നമസ്കാരം സുഹൃത്തുക്കളെ, ടേൽസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ഒരിക്കലും വിശ്വസിക്കുവാൻ പാടില്ലാത്ത 7 തരം ആളുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഭാരതത്തിലെ മഹാനായ തത്വചിന്തകനും രാഷ്ട്രീയജ്ഞനുമായ ചാണക്യൻ മനുഷ്യ സ്വഭാവത്തെ അതിയായ ആഴത്തിൽ പഠിച്ചിരുന്നൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം, ആരെ വിശ്വസിക്കാം, ആരെ ദൂരെയാക്കണം എന്നീ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ഇന്നും അത്യന്തം പ്രസക്തമാണ്. ചാണക്യൻ പറയുന്നത് പോലെ എല്ലാവരെയും വിശ്വസിക്കുന്നത് മൂഢത്വമാണ്. കാരണം ചിലർ മുഖത്ത് മധുരം കാണിച്ചാലും ഉള്ളിൽ വഞ്ചനയുടെയും സ്വാർത്ഥതയുടെയും തീ മറഞ്ഞിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ, മനസ്സിൻ്റെ സമാധാനം നിലനിർത്താൻ ഈ 7 തരം ആളുകളെ ഒരിക്കലും പൂർണ്ണമായി വിശ്വസിക്കരുത് എന്നാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഒന്നാമതായുള്ള ആളുകൾ അതിയായി മധുരം പുറമേ കാണിക്കുന്നവരാണ്. ചാണക്യൻ പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും അതിയായി മധുരമായി സംസാരിക്കുന്നവർ പലപ്പോഴും സത്യസന്ധരല്ല. അവർ മുഖത്ത് സ്നേഹത്തിൻ്റെ മുഖം ധരിച്ചാലും ഉള്ളിൽ സ്വാർത്ഥതയും കപടതയും നിറഞ്ഞിരിക്കും. ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുവാനും പിന്നീട് അവസരം ലഭിക്കുമ്പോൾ അതിൽ നിന്ന് ലാഭം നേടാനുമാണ് ഉദ്ദേശം. ഒരാളെ വിലയിരുത്തുമ്പോൾ അവരുടെ വാക്കുകൾക്കല്ല, പ്രവൃത്തികൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. അതിയായ മധുരം കാണിക്കുന്നവരെ സൂക്ഷിക്കുക. അവരുടെ മധുരമായ വാക്കുകൾ പലപ്പോഴും വിഷമാണ്. രണ്ടാമതായുള്ള ആളുകൾ എളുപ്പത്തിൽ കോപിക്കുന്നവരാണ്. കോപം ബുദ്ധിയെ മൂടുന്ന ഒരു വികാരമാണ്. എളുപ്പത്തിൽ വിഷമിക്കുന്നവരും പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്നവരുമാണ് ചാണക്യൻ പറയുന്നത് അവർ വിശ്വാസത്തിന് അർഹരല്ല എന്നാണ്. ഇവർക്ക് ആത്മനിയന്ത്രണമില്ല. അതിനാൽ അവരുമായി ബന്ധപ്പെടുമ്പോൾ ഉറപ്പില്ലാത്ത തീരുമാനങ്ങളും അനാവശ്യ സംഘർഷങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആത്മനിയന്ത്രണമില്ലാത്ത വ്യക്തി സ്വന്തം വാക്കുകൾക്കും നാളെ ഒരിക്കൽ പശ്ചാത്താപം തോന്നും. കോപം വേഗത്തിൽ വരുന്നവരെ വിശ്വസിക്കുന്നതിൽ നിന്നും ദൂരെ ഇരിക്കുക. കാരണം അവരുടെ വികാരം പലപ്പോഴും ബുദ്ധിയെ തന്നെ തോൽപ്പിക്കുന്ന തരത്തിലായിരിക്കും. മൂന്നാമതായിട്ടുള്ള ആളുകൾ സ്വാർത്ഥ സ്വഭാവമുള്ളവരാണ്. സ്വാർത്ഥതയാണ് വഞ്ചനയുടെ വിത്ത്. സ്വന്തം ലാഭം മാത്രമേ മുൻപാക്കുന്നവരുമായി ബന്ധപ്പെടുന്നത് അപകടകരമാണെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. അവർ സൗഹൃദം, സഹായം, വിശ്വാസം എല്ലാം ഒരു ഇടപാടായി മാത്രം കാണും. നിനക്കുള്ള സ്നേഹം അവർക്ക് ലഭിക്കുന്ന പ്രയോജനത്തിൻ്റെ അളവിൽ മാത്രമേ നിലനിൽക്കൂ. അവർക്ക് താല്പര്യമില്ലാതായാൽ ബന്ധവും അവസാനിക്കും. സ്വാർത്ഥന്മാരെ വിശ്വസിക്കരുത്. അവർ സ്നേഹിക്കുന്നതല്ല, നിങ്ങളെ ഉപയോഗിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ള ആളുകൾ രഹസ്യം പാലിക്കാത്തവരാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസ്യതയുടെ ഏറ്റവും വലിയ പരീക്ഷയാണ് രഹസ്യം കാത്തുസൂക്ഷിക്കുവാനുള്ള കഴിവ്. മറ്റുള്ളവരുടെ സ്വകാര്യ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നവർ നാളെ നിങ്ങളുടെ രഹസ്യവും വെളിപ്പെടുത്തും. ചാണക്യൻ പറയുന്നത് പോലെ രഹസ്യം കാത്തു സൂക്ഷിക്കാത്തവർ നാവിന് നിയന്ത്രണമില്ലാത്തവരാണ്. അവരെ സമീപിക്കുന്നത് തന്നെ അപകടം. വിശ്വാസം നശിപ്പിക്കുന്നവർക്ക് വീണ്ടും വിശ്വാസം നൽകരുത്. അടുത്തതായുള്ള ആളുകൾ അസ്ഥിരമായ ആളുകളാണ്. അതായത് അൺസ്റ്റേബിൾ മൈൻഡ് എന്ന് പറയും. ഇന്ന് ഒരുതരം അഭിപ്രായം, നാളെ മറ്റൊന്ന്. ഇത്തരക്കാരെ ചാണക്യൻ ഒരിക്കലും വിശ്വസിക്കരുതെന്ന് പറയുന്നു. അവർക്ക് സ്ഥിരതയില്ല. അവരുമായി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഏത് നിമിഷവും തകരാം. ഇവർ സ്വയം ഉറച്ച നിലപാട് ഇല്ലാത്തതിനാൽ മറ്റുള്ളവർക്കും ആശങ്കയുണ്ടാക്കും. ജീവിതത്തിൽ ഉറച്ച മനസ്സുള്ളവരാണ് വിജയിക്കുന്നത്. അസ്ഥിര മനസ്സുള്ളവരിൽ വിശ്വാസം വെച്ചാൽ അത് മണലിൽ വീട് പണിയുന്നത് പോലെ ആയിരിക്കും. അടുത്ത ആളുകൾ പുകഴ്ത്തുന്നവരും ചതി നിറഞ്ഞവരുമാണ്. എല്ലാ പ്രശംസയും സത്യസന്ധമല്ല. ചിലർ നിങ്ങളുടെ മനസ്സ് കീഴടക്കുവാനായി പുകഴ്ത്തും, പിന്നിൽ കുത്താൻ തയ്യാറായിരിക്കും. ചാണക്യൻ ഇത്തരക്കാരെ മധുരവചനത്തിൽ വിഷം ഉളപ്പിക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കുന്നു. യഥാർത്ഥ സുഹൃത്തുക്കൾ നിനക്ക് സത്യസന്ധമായ അഭിപ്രായം പറയും, വ്യാജമായ പുകഴ്ത്തൽ അല്ല. നിന്നെ അതിയായി പുകഴ്ത്തുന്നവരെ സൂക്ഷിക്കുക. അവർ നിന്റെ ദുർബലതകളെ കണ്ടെത്തുവാനാണ് ശ്രമിക്കുന്നത്. അടുത്ത തരത്തിലുള്ള ആളുകൾ അന്യന്മാരുടെ ദുർഗതി കാണുമ്പോൾ സന്തോഷിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്നവരിൽ കരുണയില്ല, മനുഷ്യത്വമില്ല. ചാണക്യൻ പറയുന്നത് അത്തരക്കാർക്ക് നിന്റെ സന്തോഷം പോലും സഹിക്കുവാനാകില്ല. അവർ പരാജയത്തെ ആഘോഷിക്കും, വിജയത്തെ വിഷമിക്കും. ഇത്തരക്കാരെ ജീവിതത്തിൽ അടുത്തിടം കൊണ്ടുവന്നാൽ അവർ നിന്റെ വീഴ്ചയിലേക്കാണ് നയിക്കുക. കരുണയില്ലാത്തവരെ ദൂരെയാക്കുക. അവർ നിന്റെ ആത്മശാന്തി കവർന്നെടുക്കും. ചാണക്യൻ്റെ ഈ 7 ഉപദേശങ്ങളും മനുഷ്യബന്ധങ്ങളുടെ ആഴത്തിലുള്ള പഠനമാണ്. വിശ്വാസം നല്ലതാണെങ്കിലും അതിന് ഒരു പരിധി വേണം. ജീവിതത്തിൽ ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ ദൂരെയാക്കണം എന്ന ബോധം തന്നെയാണ് വിജയത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അടിത്തറ. സത്യസന്ധരായവരെ ചേർത്ത് നിർത്തുക, കപടരായവരെ തിരിച്ചറിഞ്ഞു വിടുക. അതാണ് ചാണക്യൻ പറഞ്ഞ ജീവിത വിജയം എന്നുള്ളത്.